അയാൾ നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിയിലെ മൊഡ്യൂളിലെ നമ്മുടെ സിലബസിലെ 9th മൊഡ്യൂളിലെ സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അതിലെ കുറച്ച് പോർഷൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന്റെ ബാക്കി പോർഷൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്കറിയാം നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റിന് 4 സ്റ്റെപ്സ് ആണുള്ളത്. പ്രിലിമിനറി ട്രീറ്റ്മെന്റ്, പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആൻഡ് ടെർഷ്യറി ട്രീറ്റ്മെന്റ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? പ്രിലിമിനറി ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അതിലെ ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. പ്രിലിമിനറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലാർജ് ഒബ്ജക്ട്സ് നമ്മുടെ വാട്ടറിൽ നിന്നും റിമൂവ് ചെയ്യുകയാണ്. അപ്പൊ അതിന് സ്ക്രീനിങ്, ഗ്രിറ്റ് റിമൂവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഇതിന് അടുത്ത സ്റ്റെപ്പാണ് പ്രൈമറി ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ചില ബുക്കിൽ ഈ പ്രിലിമിനറി ട്രീറ്റ്മെന്റും പ്രൈമറി ട്രീറ്റ്മെന്റും കൂടി ഒരുമിച്ചിട്ട് ഒറ്റ അതിൽ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന പേരിൽ കൊടുക്കാറുണ്ട്. എന്നാൽ ചില ടെക്സ്റ്റിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ പ്രീവിയസ് സ്റ്റെപ്സ് വെർ എയിംഡ് ടു പ്രൊട്ടക്ട് ദ എക്യുപ്മെന്റ്. പ്രീവിയസ് സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രിലിമിനറി സ്റ്റെപ്പ് ആയിരുന്നു. ആ പ്രിലിമിനറി സ്റ്റെപ്സിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ടു പ്രൊട്ടക്ട് ദ എക്യുപ്മെന്റ്സ്, അവോയ്ഡ് ക്ലോഗിങ് ആൻഡ് ടു മേക്ക് ദ വാട്ടർ ഈസിയർ ടു ട്രീറ്റ്. അതായത് അതിലെ വലിയ ലാർജ് ഒബ്ജക്ട്സിനൊക്കെ നീക്കം ചെയ്യാം. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ പ്രിലിമിനറി സ്റ്റെപ്പിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ദെൻ ക്ലോഗിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും. ഓക്കെ, ദെൻ അടുത്ത ഇപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് പറഞ്ഞ അതിന്റെ തുടർന്ന് വരുന്ന സ്റ്റെപ്സ് ഒക്കെ വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയിരുന്നു പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റിൽ എന്താണ്? പ്രൈമറി ട്രീറ്റ്മെന്റ് ഈസ് എ സെഡിമെന്റേഷൻ പ്രോസസ്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? സെഡിമെന്റേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, aimed to remove suspended organic solids that were not removed in the preliminary treatment. പ്രിലിമിനറി ട്രീറ്റ്മെന്റിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയാത്ത സസ്പെൻഡഡ് ആയിട്ടുള്ള ഓർഗാനിക് സോളിഡ്സിനെയാണ് നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്? സസ്പെൻഡഡ് ആയിട്ടുള്ള ഓർഗാനിക് സോളിഡ്സിനെയാണ് നമ്മൾ ഇവിടെ റിമൂവ് ചെയ്യുന്നത്. ഇൻ ദ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് മോസ്റ്റ് ഓഫ് ദ സസ്പെൻഡഡ് ഓർഗാനിക് മെറ്റീരിയൽസ് റിമൈൻ ഇൻ ദ വേസ്റ്റ് വാട്ടർ. അപ്പൊ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് വഴി നമുക്ക് ഈ സസ്പെൻഡഡ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ കഴിയില്ല. അതിൽ ജസ്റ്റ് നമ്മൾ ഫിസിക്കലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ലാർജ് ഒബ്ജക്ട്സിനെ മാത്രമേ നമുക്കത് റിമൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൈമറിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സെഡിമെന്റേഷൻ പ്രോസസ് വഴി എന്താ ചെയ്യുന്നത്? സസ്പെൻഡഡ് ആയിട്ടുള്ള ഓർഗാനിക് സോളിഡ്സിനെയാണ് നമ്മൾ ഇവിടെ റിമൂവ് ചെയ്യുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈമറി ട്രീറ്റ്മെന്റ് ടു റിമൂവ് ഫ്ലോട്ടിംഗ് materials or scum that float on the surface. Scums can be made up of organic matter, oils, grease and other lighter solids. Okay, ഇപ്പൊ നമ്മുടെ ഫീക്കൽ മാറ്റേഴ്സിന്റെ റിമൂവൽ ഒക്കെ ഇവിടെ ഈ പ്രൈമറിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇവിടെ ഒഴിവാക്കുന്നത്? ഓർഗാനിക് മാറ്റേഴ്സ്, ഓയിൽസ്, ഗ്രീസ് ആൻഡ് അതർ ലൈറ്റർ ആയിട്ടുള്ള സോളിഡ്സ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റ് വഴിയാണ് റിമൂവ് ചെയ്യുന്നത്. The preliminary treatment is usually a primary treatment is usually a preliminary stage to further wastewater treatment. Okay, primary treatment of wastewater has been demonstrated by research to improve the quality and settling characteristics of wastewater that are otherwise difficult to treat. അപ്പൊ ഈ പ്രൈമറി ട്രീറ്റ്മെന്റിൽ നമ്മൾ ഇത് റിമൂവ് ചെയ്താൽ മാത്രമേ ഇതിലും റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ വരുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡ്സിനെയൊക്കെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സീവേജ് പ്രൈമറി ട്രീറ്റ്മെന്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ റെഡ്യൂസിങ് ദ BOD ഓഫ് വേസ്റ്റ് വാട്ടർ. ഓക്കെ, അപ്പൊ ഈ BOD വാല്യൂസ് ഒക്കെ നമുക്ക് ഈ പ്രൈമറി ട്രീറ്റ്മെന്റ് വഴി കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. റിമൂവൽ ഓഫ് സെറ്റിലബിൾ സോളിഡ്സ് ഇൻ ദ മോസ്റ്റ് ക്രൂഷ്യൽ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെറ്റിലബിൾ ആയിട്ടുള്ള സോളിഡ്സിനെ റിമൂവ് ചെയ്യുക എന്നതാണ് ഈ പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന ഒന്നാണ് നമ്മുടെ ഈ ഫാറ്റ്, അതുപോലെ ഓയിൽസ്, ഗ്രീസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ വാട്ടറിന്റെ മുകളിൽ സസ്പെൻഡ് ചെയ്തിങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനെ റിമൂവ് ചെയ്യൽ ഏതിലാണ് വരുന്നത്? നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻ സം ലാർജർ പ്ലാന്റ്സ് ഫാറ്റ് ആൻഡ് ഗ്രീസ് ആർ റിമൂവ് ഡ്യൂറിംഗ് പ്രൈമറി ട്രീറ്റ്മെന്റ് ബൈ പാസിംഗ് ദ സീവേജ് ത്രൂ എ സ്മോൾ ടാങ്ക് വെർ സ്കിമ്മേഴ്സ് കളക്ട് ദ ഫാറ്റ് ഫ്ലോട്ടിംഗ് ഓൺ ദ സർഫസ്. ഓക്കെ, സ്കിമ്മേഴ്സ് കളക്ട് ദ ഫാറ്റ് ഫ്ലോട്ട്. അപ്പൊ നമ്മുടെ ഈ വാട്ടറിലുള്ള ഈ ഫാറ്റ്, ഓയിൽസ്, ഗ്രീസിനെയൊക്കെ ഒരു
അതായത് നമ്മുടെ ഈ വാട്ടറിനെ ഒരു ടാങ്കിലൂടെ കടത്തിവിടും. ആ ടാങ്കിൽ എന്തുണ്ടായിരിക്കും? സ്കിമ്മേഴ്സ് ഉണ്ടായിരിക്കും. ആ സ്കിമ്മേഴ്സ് ആണ് ഈ ഫാറ്റ്, ഗ്രീസ്, ഓയിൽസിനെയൊക്കെ കളക്ട് ചെയ്യുന്നത്. ഇതിന് എന്തുണ്ടായിരിക്കും? എയർ ബ്ലോവേഴ്സ് ഇൻ ദ ബേസ് ഓഫ് ദ ടാങ്ക് മേ ആൾസോ ബി യൂസ്ഡ് ടു ഹെൽപ്പ് റിക്കവർ ദ ഫാറ്റ് ആസ് എ ഫ്രോത്ത്. അപ്പൊ ഈ ഫാറ്റിനെയും ഓയിൽസിനെയും ഒക്കെ ഫ്രോത്ത് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? ടാങ്കിൽ സ്കിമ്മേഴ്സ് ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ എയർ ബ്ലോവേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, മെനി പ്ലാന്റ്സ് ഹവർ യൂസ് പ്രൈമറി ക്ലാരിഫയേഴ്സ് വിത്ത് മെക്കാനിക്കൽ സർഫസ് സ്കിമ്മേഴ്സ് ഫോർ ഫാറ്റ് ആൻഡ് ഗ്രീസ് റിമൂവൽ. അപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് സർഫസ് സ്കിമ്മേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അവയാണ് നമ്മുടെ ഈ ഓയിൽ, ഫാറ്റ്, ഗ്രീസ് ഇതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റിൽ വരുന്നത്. ഇതിനടുത്തതാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പോ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഫേസ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, because it further purifies water to remove more waste following the primary phase. After the primary treatment phase, remove suspended solids using physical process and gravity. Secondary treatment system use biological process to continue treating water. എന്താ പറയുന്നത്? നമ്മുടെ പ്രിലിമിനറി സ്റ്റെപ്പിലും നമ്മുടെ പ്രൈമറി സ്റ്റെപ്സിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്, അവിടെ എന്ത് മെത്തേഡാണ്? ഫിസിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആണല്ലോ, മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഓക്കെ, പക്ഷേ ഇവിടെ സെക്കൻഡറി പ്രോസസ്സിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ബയോളജിക്കൽ പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ സെക്കൻഡറി മെത്തേഡ്സിൽ ബയോളജിക്കൽ പ്രോസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡറി വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഇൻട്രൊഡ്യൂസ് മൈക്രോ ഓർഗാനിസം ടു വേസ്റ്റ് വാട്ടർ ആൻഡ് ദീസ് മൈക്രോ ഓർഗാനിസംസ് റിമൂവ് വേസ്റ്റ് ഫ്രം ദ വാട്ടർ ത്രൂ മെറ്റബോളിക് പ്രോസസ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തെ നമ്മുടെ ഈ പ്ലാന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ആ മൈക്രോ ഓർഗാനിസം ആണ് അതിന്റെ മെറ്റബോളിക് പ്രോസസ് വഴി നമ്മുടെ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതൊരു ബയോളജിക്കൽ പ്രോസസ് ആണെന്ന് പറയുന്നത്. ദ 3 ടൈപ്സ് ഓഫ് സെക്കൻഡറി ട്രീറ്റ്മെന്റ്സ് ആർ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്കൻഡറി മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? എയറോബിക് മെത്തേഡ്, അനൈറോബിക് മെത്തേഡ് ആൻഡ് ആനോക്സിക് ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇവയാണ് നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റ്സിൽ വരുന്നത്. എയറോബിക് ഉണ്ട്, അനൈറോബിക് ഉണ്ട്, ദെൻ ആനോക്സിക് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഈച്ച് മെത്തേഡ്സ് ഡിഫേഴ്സ് ഇൻ ഇറ്റ്സ് ബയോളജിക്കൽ പ്രോസസ് ബട്ട് ഈച്ച് എഫക്റ്റീവ്ലി റിമൂവ്സ് ഇംപ്യൂരിറ്റീസ് ഫ്രം വാട്ടർ. ഓക്കെ, അപ്പൊ ഇതിൽ ഈ 3 മെത്തേഡ്സിലും ബയോളജിക്കൽ പ്രോസസ്സിൽ ചില ഡിഫറൻസ് വരും. ഇവയുടെയൊക്കെ എയിം എന്താണ്? നമ്മുടെ വേസ്റ്റിനെ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിനെ വാട്ടറിൽ നിന്നും റിമൂവ് ചെയ്യുക എന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ വരുന്ന എയറോബിക് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് എയറോബിക് എന്ന് പറഞ്ഞാൽ? എയറോബിക് ട്രീറ്റ്മെന്റ് യൂസസ് ദ മെറ്റബോളിക് ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം ടു ഡീഗ്രേഡ് ആൻഡ് റിമൂവ് ഓർഗാനിക് പൊല്യൂട്ടൻ പ്രസന്റ് ഇൻ ദ വേസ്റ്റ് വാട്ടർ. നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിക് പൊല്യൂട്ടൻസിനെ, ഓക്കെ, അവയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? എയറോബിക് ബാക്ടീരിയാസ് അല്ലെങ്കിൽ എയറോബിക് മൈക്രോ ഓർഗാനിസത്തെ, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എയറിന്റെ അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിൽ നമ്മുടെ ഓർഗാനിക് പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എയറോബിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ദിസ് പ്രോസസ് ഹാർനസ് ദ natural ability of microorganism to break down organic matter and convert into സിംപ്ലർ ആൻഡ് ലെസ് ഹാംഫുൾ സബ്സ്റ്റൻസ്. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസത്തിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഈ ഓർഗാനിക് മാറ്റേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ മോളിക്യൂൾസിനെ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, നമുക്ക് ഹാംഫുൾ അല്ലാത്ത അല്ലെങ്കിൽ ലെസ് ഹാംഫുൾ ആയിട്ടുള്ള സിംപ്ലർ സബ്സ്റ്റൻസ് ആക്കി നമ്മുടെ ഓർഗാനിക് മാറ്റേഴ്സിനെ കൺവേർട്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ എയറോബിക് ട്രീറ്റ്മെന്റിൽ വരുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ട്രിക്ലിംഗ് ഫിൽട്ടർ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ട്രിക്ലിംഗ് ഫിൽട്ടേഴ്സ് എന്ന് പറയുന്നത്. ട്രിക്ലിംഗ് ഫിൽട്ടേഴ്സ് ഏത് മെത്തേഡിന്റെ കീഴിലാണ് വരുന്നത്? നമ്മുടെ സെക്കൻഡറി മെത്തേഡ്സിലാണ് വരുന്നത്. അതൊരു എയറോബിക് പ്രോസസ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കണം. എന്താണ് ട്രിക്ലിംഗ് ഫിൽട്ടേഴ്സ് എന്ന് പറയുന്നത്? എയറോബിക് പ്രോസസ് ആണ്, സെക്കൻഡറി മെത്തേഡ് ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ ട്രിക്ലിംഗ് ഫിൽട്ടേഴ്സിൽ വരുന്നത്? ട്രിക്ലിംഗ് ഫിൽട്ടേഴ്സ് ഇൻവോൾവ് ദ യൂസ് ഓഫ് എ ബെഡ് ഓഫ് പോറസ് മെറ്റീരിയൽസ്
such as rocks or plastic media over which wastewater is distributed. അപ്പോൾ നമ്മുടെ ഈ വേസ്റ്റ് വാട്ടർ, നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വരുന്ന ഈ വേസ്റ്റ് വാട്ടറിനെ നമ്മുടെ സെക്കൻഡറി മെത്തേഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ വാട്ടറിനെ എങ്ങോട്ടാണ് കടത്തിവിടുക? നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിൽ എന്തുണ്ടായിരിക്കും? ഒരു മീഡിയ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ബെഡ് ഉണ്ടായിരിക്കും. എന്തിന്റെയാണ്? പോറസ് മെറ്റീരിയൽസ്. അതിൽ റോക്സ് ഉണ്ടായിരിക്കും, പ്ലാസ്റ്റിക് മീഡിയാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നല്ലെങ്കിൽ റോക്സ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ട് നിർമ്മിച്ച ഒരു ബെഡ് ഓഫ് പോറസ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ബെഡ് ഓഫ് പോറസ് മെറ്റീരിയലിലേക്കാണ് നമ്മുടെ ഈ വാട്ടറിനെ, പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വരുന്ന വാട്ടറിനെ ഈ ബെഡിലേക്ക്, ഓക്കെ, അല്ലെങ്കിൽ ഈ റോക്സിന്റെ മീഡിയ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ മീഡിയ, ഈ മീഡിയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്പ്രിങ്കിൾ ചെയ്യും. ഓക്കെ, അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ഗ്രോ അസ് എ സ്ലൈമി ഫിലിം കോൾഡ് ബയോഫിലിം ഓൺ ദ സർഫസ് ഓഫ് ദ മീഡിയ. അങ്ങനെ ഈ മീഡിയത്തിന്റെ പുറത്ത് നമ്മൾ ഈ വാട്ടറിലുള്ള, ഈ വേസ്റ്റ് വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസം ഈ മീഡിയയുടെ പുറത്ത്, നമ്മൾ പറഞ്ഞു റോക്സിന്റെ മീഡിയ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മീഡിയ ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു പോറസ് മെറ്റീരിയൽ ബെഡാണ് നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ മീഡിയയുടെ പുറത്ത് ഒരു സ്ലൈമി ഫിലിം പോലെ അല്ലെങ്കിൽ ഒരു ബയോ ഫിലിം പോലെ എന്ത് വളരും? നമ്മുടെ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യും. ഓക്കെ, അങ്ങനെ മൈക്രോ ഓർഗാനിസം ആ മീഡിയത്തിന്റെ പുറത്ത് ഗ്രോ ചെയ്തിട്ട് നമ്മുടെ വാട്ടർ നമ്മൾ എങ്ങനെയാണ് സ്പ്രിങ്കിൾ ചെയ്യാണ് ചെയ്യുന്നത്? ഓക്കെ, ഈ മീഡിയത്തിലേക്ക് അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ ഈ വാട്ടറിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ഓർഗാനിക് പൊല്യൂട്ടൻസിനെ ഈ സർഫസ് അല്ലെങ്കിൽ ഈ ബയോഫിലിം എന്ന് നമ്മൾ പറഞ്ഞല്ലോ മൈക്രോ ഓർഗാനിസത്തിന്, ഈ മൈക്രോ ഓർഗാനിസംസ് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. ഈ ഫിഗർ കണ്ടാൽ ശരിക്കും മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇതാണ് നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തുണ്ടായിരിക്കും? ഇവിടെ കണ്ടോ സ്പ്രിംഗ്ലർ. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരുന്ന വാട്ടറിനെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്പ്രിംഗ്ലർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഫിൽറ്റർ ഉണ്ട്. ഓക്കെ, ഈ ഫിൽറ്റർ ആണ് നമ്മൾ പറഞ്ഞ പോറസ് മീഡിയ എന്ന് പറയുന്നത്. സ്റ്റോൺസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും എന്താണ്? ഒരു പോറസ് മെറ്റീരിയൽസ് അടങ്ങിയിട്ടുള്ള ഒരു ബെഡ് ഓഫ് പോറസ് മെറ്റീരിയൽസ്. ഓക്കെ, അതാണിത്. ഓക്കെ, അതാണ് ഫിൽറ്റർ. ഇതിനതില് ഫീഡ് പൈപ്പ് ഉണ്ടായിരിക്കും. ദെൻ ഫിൽറ്റർ സപ്പോൺ കളക്ഷൻ. അപ്പൊ ഈ താഴെയാണ് നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ട് ഇതിനെ കളക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ അപ്പൊ ഈ ഫസ്റ്റ് വാട്ടർ പ്രൈമറി ട്രീറ്റ്മെന്റ് വഴി കഴിഞ്ഞു വരുന്ന ഈ വാട്ടർ നമ്മൾ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യും. ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഈ വാട്ടർ എവിടെയാണ് എത്തിച്ചേരുക? ഇവിടെ നമ്മുടെ ഈ ഫിൽറ്ററിൽ എത്തിച്ചേരും. ഓക്കെ, അപ്പൊ ഈ ഫിൽറ്ററിൽ എന്തുണ്ടായിരിക്കും? മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ബയോഫിലിം പോലെ ഇവിടെ മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്തിട്ടുണ്ടാകും. ഈ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഈ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യും. ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടർ എന്താണ്? നമ്മൾ ഈ ഔട്ട്ലെറ്റിലൂടെ കടത്തിവിടും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. അപ്പൊ ഈ ഫിഗർ കണ്ടപ്പോൾ ഏകദേശം കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ട്രിക്ലിംഗ് ഫിൽറ്റർ ഇൻവോൾവ് ദ യൂസ് ഓഫ് എ ബെഡ് ഓഫ് പോറസ് മെറ്റീരിയൽ such as rocks or plastic media over which waste water is distributed. Okay അല്ലേ? Okay. Then microorganism grow as a slimy film called biofilm on the surface of the media. As wastewater trickles down through the filter, the biofilm degrades the organic pollutants. നമ്മുടെ വേസ്റ്റ് വാട്ടർ ഫിൽറ്ററിലൂടെ ട്രിക്കിൾസ് ചെയ്യുക എന്നാണ് പറയുക. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവുക? നമ്മുടെ ബയോഫിലിം ഡീഗ്രേഡ്സ് ദ ഓർഗാനിക് പൊല്യൂട്ടൻസ്. ഇവിടെ ഓർഗാനിക് പൊല്യൂട്ടൻസിനെ ഈ ബയോഫിലിം ഡീഗ്രേഡ് ചെയ്യും. ബയോഫിലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോ ഓർഗാനിസം ഡീഗ്രേഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ആ മീഡിയയുടെ പുറത്താണ് എന്ത് വളരുക? നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യാം. ഓക്കെ, ദ ഫിൽറ്റർ മീഡിയ പ്രൊവൈഡ് സർഫസ് ഏരിയ ഫോർ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പൊ ആ ഫിൽറ്റർ എന്താണ്? പ്രൊവൈഡ് സർഫസ് ഏരിയ ഫോർ ദ പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ സർഫസ് ഏരിയ ഈ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് അലോ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ. എന്താണ്? അവിടെ ഓക്സിജന്റെ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ എയറോബിക് പ്രോസസ് എന്ന് പറയുന്നത്. ദ ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ ഈസ് കളക്ടഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഫിൽറ്റർ and further processed if needed. A trickling water treatment filter and attached growth system.
ഇതിൽ എന്താണ് നമ്മുടെ മൈക്രോ ഓർഗാനിസം നമ്മുടെ മീഡിയയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് അവിടെ ഗ്രോ ചെയ്യുന്നത്. കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് ബെഡ് ഓഫ് ഹൈലി പെർമിയബിൾ മീഡിയ on whose surface are mixed population of microorganism is developed as a biofilm. ഓക്കെ, അപ്പൊ ഹൈലി പെർമിയബിൾ ആയിട്ടുള്ള മീഡിയയാണ് നമ്മൾ ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നമ്മൾ ബെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബയോഫിലിം പോലെ ഡെവലപ്പ് ചെയ്യുന്നത്. ദ ഫിക്സഡ് മീഡിയ ഇൻ ട്രിക്ലിംഗ് വാട്ടർ ട്രീറ്റ്മെന്റ് ഫിൽറ്റർ മേ ബി ഓഫ് റോക്സ്, പ്ലാസ്റ്റിക്, മെറ്റൽസ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമുക്ക് ആ മീഡിയ പ്രിപ്പയർ ചെയ്യാം. In trickling water filter, there is no staining or filtering action involved. Okay, the passing of wastewater after primary water treatment through the filter creates the development of a gelatinous coating of microorganism. Okay, then എന്താ പറയുന്നത്? The wastewater sprayed through a bed of coarse stones or plastic material packed in a circular tank. A rotatory distributor, a rotating pipe with several holes across it evenly distributes the wastewater from the top of the bed. The wastewater trickles down and collected by an under drain system. അതായത് വാട്ടറിനെ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യാണ് ചെയ്യുക. ഒന്നിച്ച് വാട്ടർ ഒഴിക്കല്ല ചെയ്യുക, വാട്ടർ കുറേശ്ശെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യും നമ്മുടെ ബെഡിന് മുകളിലേക്ക്. ഓക്കെ, നമ്മുടെ മീഡിയത്തിന് മുകളിലേക്ക്. ദ മൈക്രോ ഓർഗാനിസം ഇൻ ദ വേസ്റ്റ് വാട്ടർ അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആ പോറസ് മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ പെർമിയബിൾ ആയിട്ടുള്ള നമ്മുടെ മീഡിയത്തിന് പുറത്ത് ഗ്രോ ചെയ്യുന്നു. അങ്ങനെ ആ മൈക്രോ ഓർഗാനിസം നമ്മുടെ ഓർഗാനിക് മാറ്ററിനെ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ദെൻ അതിനെ വാട്ടറിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിൽ പറയുന്നത്. ദെൻ അടുത്ത സെക്കൻഡറി മെത്തേഡ്സിൽ വരുന്നത് പ്രോസസ്സാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രോസസ്സ് നമ്മൾ പഠിച്ചു ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ആയിരുന്നു. നെക്സ്റ്റ് പ്രോസസ് ആണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറയുന്നതും എന്താണ്? ഒരു എയറോബിക് പ്രോസസ് ആണ്, ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന പ്രോസസ് ആണ്. ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക, സെക്കൻഡറിയിലാണ് വരുന്നത്. ഓക്കെ, ദ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡ്. അപ്പൊ ഇതും എന്താണ്? ഒരു ബയോളജിക്കൽ മെത്തേഡാണ്. ഓക്കെ, ഇൻ ദിസ് പ്രോസസ് waste water is mixed with a population of microorganism called activated sludge in an aeration tank. ഇതിൽ എന്തുണ്ടായിരിക്കും? ഒരു എയറേഷൻ ടാങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ എയറേഷൻ ടാങ്കിലേക്കാണ് നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ് വഴി കഴിഞ്ഞു വരുന്ന വാട്ടറിനെ ഈ എയറേഷൻ ടാങ്കിലാണ് കളക്ട് ചെയ്യുക. ദെൻ നമ്മുടെ വാട്ടർ എന്തുമായിട്ട് മിക്സ് ചെയ്യിക്കും? മൈക്രോ ഓർഗാനിസവുമായി മിക്സ് ചെയ്യിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ വാട്ടറുമായിട്ട് ഡയറക്റ്റ് മിക്സ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൈക്രോ ഓർഗാനിസം ഡയറക്റ്റ് ആയിട്ട് വാട്ടറിലേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ എന്തായിരുന്നു? അതിനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ മീഡിയയോട് അറ്റാച്ച് ചെയ്തിട്ടാണ് അത് ഗ്രോ ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ മൈക്രോ ഓർഗാനിസം? ബാക്ടീരിയ, ഫംഗൈ, ഓക്കെ, കൺസ്യൂം ഓർഗാനിക് പൊല്യൂട്ടൻസ് ഇൻ ദ വേസ്റ്റ് വാട്ടർ ആസ് എ ഫുഡ് സോഴ്സ്. അങ്ങനെ നമ്മൾ ഈ മൈക്രോ ഓർഗാനിസത്തെ മിക്സ് ചെയ്യും, എന്നിട്ട് നമ്മുടെ വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് പൊല്യൂട്ടൻസിനെ ഇവ ഫുഡായിട്ട് യൂസ് ചെയ്യും. ദ എയറേഷൻ പ്രൊവൈഡ്സ് ഓക്സിജൻ നെസസറി ഫോർ ദ മൈക്രോബിയൽ ആക്ടിവിറ്റി. നമ്മൾ എയറേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദ ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ ഈസ് ദെൻ സെപ്പറേറ്റഡ് ഫ്രം ദ സ്ലഡ്ജ് ത്രൂ സെഡിമെന്റേഷൻ ഓർ ഫിൽട്രേഷൻ. ഇങ്ങനെ വേസ്റ്റ് വാട്ടർ നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെട്ട വേസ്റ്റ് വാട്ടറിനെ നമ്മൾ എന്ത് വഴി സെപ്പറേറ്റ് ചെയ്യും? സെഡിമെന്റേഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ വഴി അതിന്റെ സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ വാട്ടർ ഫിൽട്ടർ ചെയ്തിട്ട് അതിന്റെ വരുന്ന ലാസ്റ്റ് വരുന്നതിന് വേസ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറയുന്നത്. ആ സ്ലഡ്ജിനെ നമ്മൾ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സെഡിമെന്റേഷൻ വഴി നമ്മൾ അതിനെ റിമൂവ് ചെയ്യും. ആൻഡ് എക്സസ് സ്ലഡ്ജ് ഈസ് റീസൈക്കിൾഡ് ബാക്ക് ടു എയറേഷൻ ടാങ്ക്. അപ്പൊ ഇതിൽ വരുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ വേസ്റ്റ് വാട്ടറിനെ ആദ്യം എയറേഷൻ ടാങ്കിലേക്കാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഈ എയറേഷൻ ടാങ്കില് ഈ പ്രോസസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് കഴിഞ്ഞ സ്റ്റെപ്പില് അല്ലെങ്കിൽ ഇതിന് മുന്നേ നടന്നിട്ടുള്ള സെക്കൻഡറി ട്രീറ്റ്മെന്റ് വഴി നടന്നിട്ടുള്ള സ്ലഡ്ജ് ഉണ്ടായിരിക്കും. ആ സ്ലഡ്ജ് കുറച്ച് നമ്മൾ ഈ എയറേഷൻ ടാങ്കിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തെ ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്ലഡ്ജിനെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രോസസ് ഒന്ന് സ്റ്റാർട്ട് ആവുക. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെ ആ ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ആ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെ യൂണിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനൊരു എയറേഷൻ ടാങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ വേസ്റ്റ് വാട്ടർ എൻറ്റേഴ്സ് ആൻ എയറേഷൻ ടാങ്ക് വെർ എയർ ഓർ ഓക്സിജൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു പ്രൊവൈഡ് നെസസറി ഓക്സിജൻ ഫോർ എയറോബിക് മൈക്രോബിയൽ ആക്ടിവിറ്റി. മൈക്രോബിയൽ ആക്ടിവിറ്റിക്ക് എന്ത് ആവശ്യമാണ്? അവിടെ ഓക്സിജൻ ആവശ്യമാണ്. നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഓക്സിജൻ ആഡ് ചെയ്യും. ഓക്കെ,
The aeration tank is often a large open basin equipped with mechanical aerator or diffusers to ensure adequate mixing and oxygen transfer. Aeration tank എന്തായിരിക്കും? ലാർജ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ബേസിൻ ആണ്. ഓക്കെ, അപ്പൊ അതിൽ എന്തുണ്ടായിരിക്കും? മെക്കാനിക്കൽ എയറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഓക്സിജൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. ഓക്കെ, then seeding with activated sludge. അതിനാണ് അതായത് to initiate the treatment process, waste water in the aeration tank is mixed ആയിട്ട്, അവിടെ X ആണ്, mixed with a portion of activated sludge from a previous treatment cycle. അതായത് പ്രീവിയസ് ട്രീറ്റ്മെന്റ് സൈക്കിളിൽ ഫോം ചെയ്തിട്ടുള്ള കുറച്ച് സ്ലഡ്ജ് ഉണ്ടായിരിക്കും. ആ സ്ലഡ്ജിൽ നിന്നും കുറച്ച് പോർഷൻ എടുത്തിട്ട് എന്തിലേക്ക് മിക്സ് ചെയ്യും? നമ്മുടെ എയറേഷൻ ടാങ്കിലേക്ക് മിക്സ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു ഇനീഷിയേറ്റ് ദ ട്രീറ്റ്മെന്റ് പ്രോസസ്. അപ്പൊ അങ്ങനെ ആ സ്ലഡ്ജിലുള്ള മൈക്രോ ഓർഗാനിസം ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആ പ്രോസസ്സ് ഇനീഷിയേറ്റ് ചെയ്യും. ദിസ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് കണ്ടെയ്ൻസ് എ ഡൈവേഴ്സ് പോപ്പുലേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ബാക്ടീരിയ, പ്രോട്ടോസോവ ആൻഡ് ഫംഗൈ capable of degrading organic matter. Okay. Then അടുത്ത activated sludge ന് വരുന്നതാണ് biological treatment. As waste water and activated sludge mix in the aeration tank, microorganism in the activated sludge begin to consume and metabolize organic pollutant present in the waste water. നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ പ്രോസസ് എയറേഷൻ ടാങ്കിലേക്ക് നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എയറേഷൻ ടാങ്കിലേക്ക് നമ്മൾ വേസ്റ്റ് വാട്ടർ വന്നു. അപ്പൊ ഈ വേസ്റ്റ് വാട്ടറിനെ എന്ത് ചെയ്യണം? ഈ വേസ്റ്റ് അവിടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇതിന്റെ പ്രീവിയസ് ട്രീറ്റ്മെന്റിൽ ഫോം ചെയ്തിട്ടുള്ള കുറച്ച് സ്ലഡ്ജ് എടുത്തിട്ട് നമ്മൾ ഈ എയറേഷൻ ടാങ്കിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ അവിടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ പ്രോസസ്സ് എന്താണ്? മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും? നമ്മുടെ ഓർഗാനിക് പൊല്യൂട്ടൻസിനെ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. The process reduces the concentration of organic matter, suspended solids and biochemical oxygen demands in the wastewater, improving its quality. എന്താണ്? ഇങ്ങനെ മൈക്രോ ഓർഗാനിസംസ് അതിനെയൊക്കെ കൺസ്യൂം ചെയ്തിട്ട് ആ വാട്ടറിലുള്ള BOD-യുടെ അളവൊക്കെ, സസ്പെൻഡഡ് സോളിഡ്സ്, ദെൻ ഓർഗാനിക് മാറ്റേഴ്സ്, ഇതിന്റെയൊക്കെ അളവ് എന്ത് കുറക്കും? ഓക്കെ, ഡിക്രീസ് ചെയ്യിക്കും. ദെൻ അതിലെ അടുത്ത യൂണിറ്റ് ആണ് ക്ലാരിഫിക്കേഷൻ യൂണിറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെറ്റിലിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും. ആഫ്റ്റർ ദ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ഫേസ്, ദ മിക്സ്ചർ ഓഫ് വേസ്റ്റ് വാട്ടർ ആൻഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫ്ലോ ഇൻ ടു എ സെറ്റിലിംഗ് ടാങ്ക്, ആൾസോ നോൺ എസ് എ ക്ലാരിഫയർ ഓർ സെഡിമെന്റേഷൻ ബേസിൻ. അപ്പൊ എന്തുണ്ടായിരിക്കും? ഇങ്ങനെ ഈ ബയോളജിക്കൽ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം ഈ സ്ലഡ്ജ് പ്ലസ് വാട്ടർ ഈ മിക്സിനെ നമ്മൾ എങ്ങോട്ട് പറഞ്ഞയക്കും? നമ്മുടെ സെഡിമെന്റേഷൻ ബേസിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സെഡിമെന്റേഷൻ ബേസിൻ ഉണ്ടായിരിക്കും, അവിടേക്ക് പറഞ്ഞേക്കും. Then here the velocity of the flow is reduced, allowing suspended solids and activated sludge flow to settle to the bottom of the tank under gravity. അവിടെ നമ്മുടെ ഫ്ലോ റെഡ്യൂസ് ചെയ്യും. then അവിടെ സസ്പെൻഡ് ചെയ്തിട്ട് അവിടെ സോളിഡ്സ് പാർട്ടിക്കിൾസ് ഒക്കെ താഴെ സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സ്ലഡ്ജ് താഴെ സസ്പെൻഡ് ചെയ്യും. then നമ്മുടെ വാട്ടറിനെയും ഈ സ്ലഡ്ജിനെയും എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ റിട്ടേൺ ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഫോം ചെയ്യുന്ന സ്ലഡ്ജിനെ നമ്മൾ വീണ്ടും അതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ എയറേഷൻ ടാങ്കിലേക്ക് പറഞ്ഞയക്കും. എന്തിനു വേണ്ടിയിട്ട്? അടുത്ത സ്റ്റെപ്പിൽ, അതായത് വീണ്ടും വരുന്ന വാട്ടറിനെ ആ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനെയാണ് റിട്ടേൺ ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇതിനടുത്തത് എന്താണ്? ഡിസ്ചാർജ് ഓർ ഫർദർ ട്രീറ്റ്മെന്റ്. ക്ലാരിഫൈഡ് വേസ്റ്റ് വാട്ടർ നോൺ ആസ് എഫ്ലുവന്റ് ഈസ് ടിപ്പിക്കലി ഡിസ്ചാർജ്ഡ് ഓർ സബ്ജക്റ്റഡ് ടു ഫർദർ ട്രീറ്റ്മെന്റ് പ്രോസസ് സച്ച് ആസ് ഡിസ്ഇൻഫെക്ഷൻ ബിഫോർ ബീങ് ഡിസ്ചാർജ്ഡ് ഇൻ ടു ദ എൻവിയോൺമെന്റ്. അങ്ങനെ നമ്മളിങ്ങനെ ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് വാട്ടർ ഉണ്ടായിരിക്കും. ആ വാട്ടറിനെ നമ്മൾ എഫ്ലുവന്റ് എന്നാണ് പറയുക. അതിൽ നിന്ന് സ്ലഡ്ജ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറിനെ എഫ്ലുവന്റ് എന്ന് പറയും. നമ്മുടെ അടുത്ത പ്രോസസ്സിന് വേണ്ടി, അതായത് ടെർഷറി പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആ വാട്ടറിനെ പറഞ്ഞയക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇതിൽ എന്തുണ്ടായിരിക്കും? ഒരു എയറേഷൻ ടാങ്ക് ഉണ്ട്. ഓക്കെ, ഈ എയറേഷൻ ടാങ്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വാട്ടർ സപ്ലൈ ചെയ്യുക. പ്രൈമറി ട്രീറ്റ്മെന്റ് വഴി കഴിഞ്ഞു വരുന്ന വാട്ടറിനെ നമ്മൾ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ടാങ്ക് അല്ലെങ്കിൽ എയറേഷൻ ടാങ്ക്, ഓക്കെ, ഇതിലേക്ക് പറഞ്ഞയക്കും. ഇതിൽ എന്തുണ്ടായിരിക്കും? ഒരു എയറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരിക്കും, മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ വാട്ടറിൽ നന്നായിട്ട് എയറേഷൻ പ്രൊവൈഡ് ചെയ്യും. എന്താണ്? അങ്ങനെ വാട്ടർ ഒക്കെ
മൈക്രോ ഓർഗാനിസം ബയോളജിക്കൽ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു സെഡിമെന്റേഷൻ ബേസിൻ ഉണ്ടായിരിക്കും. ഈ സെഡിമെന്റേഷൻ ബേസിലേക്ക് പറഞ്ഞയക്കും. ദെൻ ഇവിടെ വാട്ടർ ക്ലാരിഫൈ ചെയ്ത വാട്ടറിനെ നമ്മൾ ഇവിടെ റിമൂവ് ചെയ്യും. ദെൻ ലാസ്റ്റ് താഴെ എന്തുണ്ടായിരിക്കും? സ്ലഡ്ജ് ഇവിടെ വന്നിട്ട് സെഡിമെന്റ് ചെയ്യും. ഈ സ്ലഡ്ജിൽ നിന്നും നമ്മൾ കുറച്ച് സ്ലഡ്ജ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വീണ്ടും എയറേഷൻ ടാങ്കിലേക്ക് പറഞ്ഞയക്കും. എന്തിനു വേണ്ടിയിട്ട്? വീണ്ടും നമ്മുടെ ഈ വാട്ടർ ഈ പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത് വരുന്ന വാട്ടറിനെ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലഡ്ജ്, അതിനെയാണ് റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ദെൻ എക്സസ് ആയിട്ടുള്ള സ്ലഡ്ജിനെ നമ്മൾ ഇവിടെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത സെക്കൻഡറി മെത്തേഡ് ആണ് ഫ്ലൊക്യുലേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് പഠിച്ചു? സെക്കൻഡറിയിൽ വരുന്ന ട്രിക്ലിംഗ് ഫിൽട്ടർ മെത്തേഡ് പഠിച്ചു, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് പഠിച്ചു. നെക്സ്റ്റ് മെത്തേഡ് ആണ് ഫ്ലൊക്യുലേഷൻ. അപ്പോ എന്താണ് ഫ്ലൊക്യുലേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, ഫ്ലൊക്യുലേഷൻ ഈസ് യൂസ്ഫുൾ ടു റിമൂവ് സസ്പെൻഡഡ് സോളിഡ്സ് ഫ്രം വാട്ടർ. അപ്പൊ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള സസ്പെൻഡഡ് സോളിഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലൊക്യുലേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഡൺ ബൈ ആഡിങ് എ ഫ്ലൊക്യുലന്റ് ടു ദ വാട്ടർ which cases the suspended solids to clump together and form flocks. നമ്മൾ ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യും? ഒരു ഫ്ലൊക്യുലന്റ് ആഡ് ചെയ്യും. ഈ ഫ്ലൊക്യുലന്റ് നമ്മുടെ സസ്പെൻഡഡ് സോളിഡ്സുമായിട്ട് മിക്സ് ആയിട്ട് എന്ത് ഫോം ചെയ്യും? ഫ്ലോക്സ് എന്നറിയപ്പെടുന്ന ഒരു ലാർജ് മാസ് ഫോം ചെയ്യും. ദ ഫ്ലോക്സ് ആർ ദെൻ ഈസിലി റിമൂവ്ഡ് ഫ്രം ദ വാട്ടർ ബൈ സെഡിമെന്റേഷൻ ഓർ ഫിൽട്രേഷൻ. അപ്പൊ നമ്മുടെ ഈ വാട്ടറിലുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ, സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഈ ഫ്ലൊക്യുലൻസുമായിട്ട് മിക്സ് ആയിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു സോളിഡ് മാസ് ഫോം ചെയ്യും. അതിന് നമുക്ക് ഈസി ആയിട്ട് സെഡിമെന്റേഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ വഴി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന് എങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിഫോർ ഫ്ലൊക്യുലേഷൻ എ കൊയാഗുലന്റ് ഈസ് ആഡഡ് ടു ദ വാട്ടർ. നമ്മളിങ്ങനെ ഫ്ലൊക്യുലന്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കൊയാഗുലന്റ് ആഡ് ചെയ്യണം. ഓക്കെ, എന്താണ് കൊയാഗുലന്റ് എന്ന് പറഞ്ഞാല്? Coagulants are chemicals that destabilize the suspended particles by neutralizing their surface charge. Suspended particlesലെ സർഫസ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്ത് അവയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ആർക്കുണ്ട്? ഈ കൊയാഗുലൻസിനുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൊയാഗുലൻസ് എന്ന് പറയുന്നത്? അലുമിനിയം സൾഫേറ്റ്. ഓക്കെ, അലുമിനിയം സൾഫേറ്റിനെയാണ് നമ്മൾ ആലം എന്ന് പറയുന്നത്. ഇതിനെന്താണ്? ഫെറിക് ക്ലോറൈഡ് ആൻഡ് പോളി അലുമിനിയം ക്ലോറൈഡ്. Okay, the coagulant cases the fine particles to come together and form small microscopic clusters called microflocks. ഇങ്ങനെ ഈ കൊയാഗുലൻസ് ആഡ് ചെയ്യുമ്പോൾ ഈ ഫൈൻ പാർട്ടിക്കിൾസ് എല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ക്ലസ്റ്റേഴ്സ് ആകും. ഓക്കെ, അതിന് നമ്മൾ പറയുന്ന പേരാണ് മൈക്രോഫ്ലോക്സ്. ഓക്കെ, ഇങ്ങനെ കൊയാഗുലന്റ് ആഡ് ചെയ്തു. ആഫ്റ്റർ കൊയാഗുലേഷൻ വാട്ടർ എൻറ്റേഴ്സ് ടു എ ഫ്ലൊക്യുലേഷൻ ബേസിൻ ഓർ ടാങ്ക്. അപ്പൊ നമുക്കൊരു കൊയാഗുലേഷൻ ബേസിൻ ഉണ്ടായിരിക്കും, ഒരു ഫ്ലൊക്യുലേഷൻ ബേസിൻ ഉണ്ടായിരിക്കും. കൊയാഗുലന്റ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊയാഗുലേറ്റഡ് ആയിട്ടുള്ള ഈ വാട്ടറിനെ നമ്മൾ എങ്ങോട്ടാണ് പറഞ്ഞയക്കുക? ഫ്ലൊക്യുലേഷൻ ബേസിനിലാണ് പറഞ്ഞയക്കുക. ഫ്ലൊക്യുലേഷൻ ബേസിൻ ഓർ ടാങ്ക് വെർ ജെന്റിൽ മിക്സിംഗ് ഓർ അജിറ്റേഷൻ ഈസ് അപ്ലൈഡ്. അവിടെ ചെന്നിട്ട് നമ്മുടെ ഫ്ലൊക്യുലേഷൻ ബേസിനിൽ എന്തുണ്ടായിരിക്കും? ഈ വാട്ടറിനെ അജിറ്റേറ്റ് ചെയ്യും. ഓക്കെ, ദ പർപ്പസ് ഓഫ് ഫ്ലൊക്യുലേഷൻ ഈസ് ടു അലോ ദ മൈക്രോ ഫ്ലോക്സ് ടു കൊളൈഡ് ആൻഡ് അഗ്രിഗേറ്റ് ഇൻ ടു ലാർജ് ഫ്ലോക്സ്. ഈ ഫ്ലൊക്യുലേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ കൊയാഗുലേഷൻ വഴി രൂപപ്പെട്ടിട്ടുള്ള ഈ മൈക്രോ ഫ്ലോക്സ് ഉണ്ട്. ഈ മൈക്രോ ഫ്ലോക്സിനെ കൊളൈഡ് ആക്കിയിട്ട് എന്ത് ചെയ്യണം? ഇൻടു ലാർജ് ഫ്ലോക്സ് ആക്കിയിട്ട് അതിനെ അഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊയാഗുലേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. കൊയാഗുലേഷന്റെ മുന്നേ നമ്മൾ ഫ്ലൊക്യുലേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലൊക്യുലേഷന്റെ മുന്നേ നമ്മൾ കൊയാഗുലേഷൻ ചെയ്തു. ദെൻ ഫ്ലൊക്യുലേഷൻ, this process is facilitated by the addition of flocculant, which are typically high molecular weight polymers that help binding the microflocks together. അപ്പൊ ഇങ്ങനെ കൊയാഗുലേഷൻ വഴി ഫോം ചെയ്തിട്ടുള്ള മൈക്രോഫ്ലോക്സ് ഉണ്ടായിരിക്കും. ഈ മൈക്രോഫ്ലോക്സിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഫ്ലൊക്യുലന്റ് ആഡ് ചെയ്യും. ഈ ഫ്ലൊക്യുലന്റ് ആയിട്ട് നമ്മൾ എന്തിനെയാണ് ചൂസ് ചെയ്യുക? ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള പോളിമേഴ്സ് ആണ് നമ്മൾ ഫ്ലൊക്യുലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മൈക്രോഫ്ലോക്സുമായിട്ട് ഈ ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള പോളിമേഴ്സ് നന്നായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, ദെൻ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്ലൊക്യുലൻസ് ആർ polyacrylamide, which are synthetic polymers that have high molecular weight. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൊക്യുലന്റ് ഏതാണ്? പോളിഅക്രിലമൈഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പോളിമർ ആണ്. മാത്രമല്ല ഹാസ് ഹൈ മോളിക്കുലാർ വെയിറ്റ്, അത് നല്ല മോളിക്കുലാർ വെയിറ്റ് ഉണ്ടായിരിക്കും. The flocculation process continues until the flocks reaches a size that are large enough to settle under the
influence of gravity or be effectively removed by filtration. Okay. എന്താണ് നമ്മുടെ ഇത് ലാർജ് മാസ് ആകുന്ന വരെ നമ്മൾ ഈ ഫ്ലക്യുലേഷൻ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, സെറ്റിൽ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി, ദെൻ സെഡിമെന്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഫിൽട്രേഷൻ വഴി ഇതിനെ റിമൂവ് ചെയ്യും. Okay. After flocculation, the water containing the flocks enters a settling basin or clarifier where the flocks settle to the bottom of the tank due to gravity. The clarified water is then collected from the top of the tank. അപ്പൊ താഴെ ഈ ഫ്ലക്യൂൾസ് ഒക്കെ താഴെ ചെന്നിട്ട് സെറ്റിൽ ആവും ഗ്രാവിറ്റി വഴി. മുകളിലുള്ള ക്ലാരിഫൈഡ് ആയിട്ടുള്ള വാട്ടറിനെ നമ്മൾ കളക്ട് ചെയ്യും. Alternatively, the water may be passed through a filtration system to remove the flocks and other സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. ഈ വാട്ടറിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യും. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്, നമ്മുടെ ഫ്ലക്യുലേഷൻ പ്രോസസ്സിൽ പറയാനുള്ളത്. then അടുത്ത ഒരു സെക്കൻഡറി മെത്തേഡ് ആണ് ഓക്സിഡേഷൻ പോൺസ്. ഓക്കെ. എന്താണ് ഓക്സിഡേഷൻ പോൺസ് എന്ന് പറഞ്ഞാല്, oxidation ponds are large shallow ponds designed to treat wastewater through the interaction of സൺലൈറ്റ്, ബാക്ടീരിയ ആൻഡ് ആൽഗെ. ഈ ഓക്സിഡേഷൻ പോൺസ് എന്ന് പറഞ്ഞ ഒരു മാൻ മെയ്ഡ് പോൺസ് ആണ്. ഓക്കെ. അപ്പൊ എന്താണ്, ഈ വേസ്റ്റ് വാട്ടറിനെ സൺലൈറ്റുമായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യിക്കും. ഓക്കെ. അപ്പൊ ഈ വാട്ടറിൽ എന്തുണ്ടായിരിക്കും, ബാക്ടീരിയ, ആൽഗ ഒക്കെ പ്രസന്റ് ആയിരിക്കും. ഇതിൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൽഗെ പ്രസന്റ് ആയിരിക്കും. ഈ ആൽഗെ എന്ത് ചെയ്യും, യൂട്ടിലൈസ് സൺലൈറ്റ് ടു പ്രൊഡ്യൂസ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഈ ആൽഗെ ഈ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് അവിടെ ഫോട്ടോസിന്തസിസ് നടത്തും. ഓക്കെ. അതിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ഫോട്ടോസിന്തസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഓക്സിജനെ എന്തിനു വേണ്ടി യൂസ് ചെയ്യും, ഈ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള എയറോബിക് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. ഈ വേസ്റ്റ് വാട്ടറിൽ എയറോബിക് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ആൽഗെ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് നടത്തുകയും തൽഫലമായി പുറത്തുവിടുന്ന ഓക്സിജനെ ഈ എയറോബിക് ബാക്ടീരിയ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഈ വേസ്റ്റ് വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദ ബ്രോക്കൺ ഡൗൺ സോളിഡ് സെറ്റിൽ ഡൗൺ ഇൻ ദ പോൺസ് റിസൾട്ടിങ് ഇൻ എഫ്ലുവന്റ് ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ട്രീറ്റഡ്. ഓക്കെ. ഇതിനെ നമുക്ക് അതിലെ ഓർഗാനിക് മാറ്റേഴ്സിനെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഈ ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ. അതാണ് ഓക്സിഡേഷൻ പോൺസ്. ഇവിടെ നോക്കൂ, ഇതിന്റെ ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാകും ഓക്സിഡേഷൻ പോൺസ്. അപ്പൊ ഈ ഓക്സിഡേഷൻ പോൺസ് ഒക്കെ ഏതിലാണ് വരുന്നത്, അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഇത് സെക്കൻഡറി മെത്തേഡ്സിലാണ് വരുന്നത്. ഓക്കെ. നോക്കൂ, ഇവിടെ സൺലൈറ്റ് വന്നു, നമ്മുടെ ഓക്സിഡേഷൻ പോണ്ടിലേക്ക് സൺലൈറ്റ് വന്നു. ഈ നമ്മുടെ ഈ പോണ്ട് അല്ലെങ്കിൽ പോണ്ടിൽ എന്താണുള്ളത്, നമ്മുടെ വേസ്റ്റ് വാട്ടർ ആണുള്ളത്. ഓക്കെ. അപ്പൊ ഇതിൽ എന്തുണ്ടായിരിക്കും, ആൽഗെ പ്രസന്റ് ആയിരിക്കും. ആൽഗെ എന്ത് ചെയ്യും, ഈ സൺലൈറ്റിനെ യൂസ് ചെയ്ത് ഫോട്ടോസിന്തസിസ് നടത്തും. അങ്ങനെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓക്സിജനെ ആര് യൂസ് ചെയ്യും, നമ്മുടെ ബാക്ടീരിയാസ്, എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് യൂസ് ചെയ്യും. ദെൻ നമ്മുടെ ഓർഗാനിക് മെറ്റീരിയൽസിനെ സിംപ്ലർ മോളിക്യൂൾസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ. ബാക്ടീരിയ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഓർഗാനിക് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതിനെ സിംപ്ലർ, ഓക്കെ, ലെസ് ഹാർംഫുൾ ആയിട്ടുള്ള സിംപ്ലർ സബ്സ്റ്റൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഓക്സിഡേഷൻ പോൺസിൽ പറയാനുള്ളത്. പിന്നെ അടുത്തതാണ് അനൈറോബിക് സ്ലഡ്ജ് ഡൈജഷൻ. എന്താണ് ഈ സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ, സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ നമ്മൾ ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റ് വഴി നമ്മൾ വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്തു. പിന്നെ അതിലൊക്കെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, അതിലെ വേസ്റ്റ്, ഓക്കെ, ഈ ഓർഗാനിക് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ് താഴെ നമ്മൾ ഫോം ചെയ്യും എന്ന് പറഞ്ഞു. ഈ സ്ലഡ്ജിനെ നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അനൈറോബിക് സ്ലഡ്ജ് ഡൈജഷൻ. ഓക്കെ. ഇവിടെ അനൈറോബിക് ആണ്. അപ്പൊ അനൈറോബിക് സ്ലഡ്ജ് ഡൈജഷൻ ഈസ് എ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് പ്രോസസ് യൂസ്ഡ് ടു സ്റ്റെബിലൈസ് ആൻഡ് റെഡ്യൂസ് ദ വോളിയം ഓഫ് സീവേജ് സ്ലഡ്ജ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ സീവേജിൽ പ്രസന്റ് ആയിട്ടുള്ള സ്ലഡ്ജ്, ഓക്കെ, സീവേജ് സ്ലഡ്ജിനെ അതിന്റെ വോളിയത്തെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. അപ്പൊ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് വഴി ഫോം ചെയ്യുന്ന സീവേജ് സ്ലഡ്ജ്, ആ സ്ലഡ്ജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ വോളിയം കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്, അനൈറോബിക് സ്ലഡ്ജ് ഡൈജഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, അതുകൊണ്ടാണ് അതിനെ അനൈറോബിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇൻവോൾവ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് ബൈ മൈക്രോ ഓർഗാനിസം, പ്രൈമറിലി ബാക്ടീരിയ, ടു പ്രൊഡ്യൂസ് ബയോഗ്യാസ് ആൻഡ് സ്റ്റെബിലൈസ്ഡ് സ്ലഡ്ജ്.
അവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ മൈക്രോ ഓർഗാനിസം, നമ്മുടെ ഓർഗാനിക് അനൈറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം നമ്മുടെ ഓർഗാനിക് മാറ്റേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താണ് അവിടെ പ്രൊഡ്യൂസ് ബയോഗ്യാസ് ആൻഡ് സ്റ്റെബിലൈസ്ഡ് സ്ലഡ്ജ്. അവിടെ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അനൈറോബിക് വാട്ടർ ട്രീറ്റ്മെന്റ് ടിപ്പിക്കലി പ്രൊഡ്യൂസ് ബയോഗ്യാസ് ബൈ പ്രോഡക്ട്സ് സച്ച് വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ. അപ്പൊ എന്തൊക്കെയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ വേസ്റ്റ് വാട്ടർ വേപ്പർ. ഓക്കെ, ഇവയ്ക്ക് എന്താണ്? നമ്മുടെ ബയോഗ്യാസ് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഓഫ്റ്റൻ റീയൂസ് ദ റിസൾട്ടിംഗ് മീഥേൻ ടു ഫ്യൂവൽ ഫോർ ദയർ പ്ലാന്റ്സ്. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മീഥേനെ, ഈ സ്ലഡ്ജിനെ അനൈറോബിക് ഡൈജഷൻ വഴി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താ ഫോം ചെയ്യുക? മീഥേൻ ഫോം ചെയ്യും. ഈ മീഥേനെ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിന്റെ ഫ്യൂവൽസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യും. Okay, anaerobic treatment is ideal for plants that treat water containing concentrated amount of biodegradable materials such as food waste, animal excreta or municipal waste. അപ്പോൾ ഈ അനൈറോബിക് ട്രീറ്റ്മെന്റ് ഏതൊക്കെ പ്ലാന്റ്സിനാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? അതായത് വേസ്റ്റ് വാട്ടർ കണ്ടെയ്നിങ്, അതായത് ഇത്തരം മെറ്റീരിയൽസ്, ഫുഡ് വേസ്റ്റ്, അനിമൽ എക്സ്ക്രീറ്റ, മുനിസിപ്പൽ വേസ്റ്റ്, ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അത്തരം പ്ലാന്റ്സിലാണ് നമ്മൾ അനൈറോബിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. There are 4 main steps that takes place during the anaerobic digestion process. അപ്പൊ ഇങ്ങനെ ഈ അനൈറോബിക് ഡൈജഷൻ പ്രോസസ്സിൽ മെയിൻ ആയിട്ട് 4 സ്റ്റെപ്സ് ആണ് നടക്കുന്നത്. These are hydrolysis, acidogenesis, acetogenesis and methanogenesis. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത്? ഹൈഡ്രോളിസിസ്, അസിഡോജെനിസിസ്, അസെറ്റോജെനിസിസ് ആൻഡ് മെഥനോജെനിസിസ്, all carried out by a diverse microbial community in the absence of oxygen. അപ്പൊ ഓക്സിജന്റെ ആബ്സെൻസിലാണ് ഈ പ്രോസസ് എല്ലാം നടക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ഹൈഡ്രോളിസിസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് വഴി ഫോം ചെയ്തിട്ടുള്ള സ്ലഡ്ജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് അനൈറോബിക് സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറയുന്നത്. അവ നടക്കുന്നത് എങ്ങനെയാണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ദെൻ എന്താണ് അവ പ്രൊഡ്യൂസ് ചെയ്യുക? മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ബയോഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിൽ എന്തൊക്കെയാണുള്ളത്? മീഥേൻ ഉണ്ടായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കും, വാട്ടർ വേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ഇങ്ങനെ ഈ പ്രോസസ്സിൽ, അനൈറോബിക് ഡൈജഷൻ പ്രോസസ്സിൽ 4 സ്റ്റെപ്സ് ആണ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹൈഡ്രോളിസിസ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോളിസിസ് സ്റ്റെപ്പിൽ എന്താണ് നടക്കുന്നത്? The organic feedstock contains compounds that needs to be accessed or broken down before it becomes available as feed for the microorganism. Complex polymers such as, അപ്പൊ നമ്മുടെ ഈ വേസ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? സ്ലഡ്ജിൽ പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ലിപ്പിഡ്സ് മസ്റ്റ് ഫസ്റ്റ് ബി ബ്രോക്കൺ ഡൗൺ ബൈ ഇൻ ടു ദയർ സിംപ്ലർ ഫോംസ്. അപ്പൊ ഹൈഡ്രോളിസിസിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ ആ സ്ലഡ്ജിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും, ദെൻ പോളിസാക്കറൈഡ്സ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് പ്രസന്റ് ആയിരിക്കും, ലിപ്പിഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവയെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന്റെ ഏറ്റവും സിംപ്ലർ ഫോമിലേക്ക് മാറ്റുക എന്നതാണ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നടക്കുന്നത്. This breakdown of polymers within a digester tank typically happen via enzymes called hydrolases secreted by hydrolytic bacteria in the digester. അപ്പൊ നമ്മുടെ ഡൈജസ്റ്ററിൽ എന്ത് പ്രസന്റ് ആയിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ ആ സ്ലഡ്ജിൽ, ഓക്കെ, അത് നടക്കുന്ന ആ പ്ലാന്റിൽ എന്തുണ്ടായിരിക്കും? ഹൈഡ്രോളിറ്റിക് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഹൈഡ്രോളിറ്റിക് ബാക്ടീരിയാസിൽ എന്തുണ്ടായിരിക്കും? ഹൈഡ്രോളേസിസ് എന്ന് പറഞ്ഞ എൻസൈംസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഹൈഡ്രോളേസിസ് എന്ന് പറഞ്ഞ ഈ എൻസൈംസ് ആണ് ഇങ്ങനെയുള്ള ഈ മോളിക്യൂൾസിനെ, അതായത് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ഇവയെല്ലാം സിംപ്ലർ പോളിമേഴ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ അവയുടെ സിംപ്ലർ ഫോംസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, അവയെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ അനൈറോബിക് ഡൈജഷൻ പ്രോസസ്സിലെ അടുത്ത സ്റ്റെപ്പാണ് അസിഡോജെനിസിസ്. ഓക്കെ, അപ്പൊ ഈ അസിഡോജെനിസിസിനെ എന്ത് പറയും? ഫെർമെന്റേഷൻ എന്നും കൂടി പറയും. ഇവിടെ എന്താ നടക്കുന്നത്? ഇൻ ദിസ് സ്റ്റെപ്പ് അസിഡോജെനിക് ഓർ ഫെർമെന്റേറ്റീവ് ബാക്ടീരിയ പ്രസന്റ് ഇൻ ദ ഡൈജസ്റ്റർ അബ്സോർബ് സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഹൈഡ്രോളിസിസ് മേക്കിംഗ് ഇന്റർമീഡിയറ്റ് വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ്. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മുടെ ഹൈഡ്രോളിസിസ് വഴി ഫോം ചെയ്തിട്ടുള്ള സിംപ്ലർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അവയെ എന്ത് ചെയ്യും? ഇവ
ഈ അസിഡോജനിക് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫെർമെന്റേറ്റീവ് ബാക്ടീരിയാസ് നമ്മുടെ ഡൈജസ്റ്ററിൽ പ്രസന്റ് ആയിരിക്കും. അവ എന്ത് ചെയ്യും? ഈ ഹൈഡ്രോളിസിസ് വഴി ഫോം ചെയ്തിട്ടുള്ള സിംപ്ലർ മോളിക്യൂൾസിനെ വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ഏതൊക്കെ? പ്രൊപ്പിയോണേറ്റ്, ബ്യൂട്ടറേറ്റ് ആൻഡ് ആൽക്കഹോൾ. ഓക്കെ, അപ്പൊ ഇവയെ വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആക്കിയിട്ട് മാറ്റും. അതാണ് അസിഡോജെനിസിസിൽ നടക്കുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പ് ആണ് അസറ്റോജെനിസിസ്. ഓക്കെ, അസറ്റോജെനിസിസിൽ എന്താ നടക്കുന്നത്? അസറ്റേറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ഷോർട്ട് ചെയിൻ വോളറ്റൈൽ ഫാറ്റി ആസിഡ് ഇൻ അസിഡോജെനിസിസ് എലോങ് വിത്ത് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ അസറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്, അതുകൊണ്ടാണ് അസറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഈ വോളറ്റൈൽ ഫാറ്റി ആസിഡിൽ നിന്നും അസറ്റേറ്റ് ഫോം ചെയ്യും. അതിന്റെ കൂടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇവയെല്ലാം ഫോം ചെയ്യും. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്, മെത്തനോജെനിസിസ്. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? മെത്തനോജനിക് മൈക്രോ ഓർഗാനിസം ആണ് ഇവിടെ മെത്തനോജെനിസിസ് നടത്തുന്നത്. നമ്മുടെ ഡൈജസ്റ്ററിൽ എന്തുണ്ടായിരിക്കും? മെത്തനോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അവ എന്ത് ചെയ്യും? കൺസ്യൂം ദ ആക്സസിബിൾ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഇൻ അസിഡോജെനിസിസ് ആൻഡ് അസറ്റോജെനിസിസ് ടു പ്രൊഡ്യൂസ് മീഥേൻ. അപ്പൊ ഈ അസിഡോജെനിസിസിലും അസറ്റോജെനിസിസിലും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇന്റർമീഡിയറ്റ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെ? അസറ്റേറ്റ്, ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ ഇന്റർമീഡിയറ്റ്സിനെ എന്തായി കൺവേർട്ട് ചെയ്യും? മീഥൈൻ ആക്കി കൺവേർട്ട് ചെയ്യും. ദിസ് മെയിൻലി ഹാപ്പൻ വിയ ടു പാത്വേ, അസറ്റോക്ലാസ്റ്റിക് മെത്തനോജെനിസിസ് ആൻഡ് ഹൈഡ്രോജിനോട്രോഫിക് മെത്തനോജെനിസിസ്. ബിസൈഡ്സ് മീഥൈൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് പ്രൊഡ്യൂസർ ഇൻ ദിസ് ഫൈനൽ സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ ഈ മീഥൈന്റെ കൂടെ എന്ത് കൂടി പ്രൊഡ്യൂസ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് കൂടി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അനൈറോബിക് സ്ലഡ്ജ് ഡൈജഷനിൽ വരുന്നത്. അപ്പൊ അതിൽ വരുന്നതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കും ഇംഹോഫ് ടാങ്കും. ഓക്കെ, അപ്പൊ എന്താണ് ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാല്? സെപ്റ്റിക് ടാങ്ക് ഈസ് ആൻ അണ്ടർഗ്രൗണ്ട് ചേംബർ made of concrete, fiber glass or plastic that is used for the treatment and disposal of household waste water from toilets, sink, showers and laundry facilities in area where centralized sewage systems are not അവൈലബിൾ. അതായത് ഇങ്ങനെ ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റംസ് ഒന്നും ഇല്ലാത്ത, അതായത് നമ്മുടെ ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ടോയ്ലറ്റ്സ്, സിങ്ക്, ഷവേഴ്സ്, ലോണ്ടറി ഫെസിലിറ്റീസ്, ഇവിടെ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടറിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ചേംബറിനെയാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റൂറൽ ആൻഡ് സബ് അർബൻ ഏരിയാസിലൊക്കെയാണ് ഇവ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ സെപ്റ്റിക് ടാങ്കില്. പിന്നെ അടുത്തതാണ് ഇംഹോഫ് ടാങ്ക് എന്ന് പറയുന്നത്. ഇംഹോഫ് ടാങ്ക് എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് വേർഷൻ ഓഫ് സെപ്റ്റിക് ടാങ്ക് ആണ്. The Imhoff tank is a type of septic tank named after German engineer Karl Imhoff, who invented it in 1906. ഓക്കെ, അപ്പൊ ഈ 1906 ഒരു ജർമ്മൻ എഞ്ചിനീയർ ആയിട്ടുള്ള കാൾ ഇമോഫ് ആണ് ഈ ഇമോഫ് ടാങ്ക് എന്ത് ചെയ്തത്? ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ, പർട്ടിക്കുലർലി ഇൻ സ്മാൾ സ്കെയിൽ ആപ്ലിക്കേഷൻ or in locations where centralized sewage treatment systems are not available. അപ്പൊ ഈ ഇംഹോഫ് ടാങ്കും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഒരു സ്മാൾ സ്കെയിൽ സീവേജ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇംഹോഫ് ടാങ്കിന്റെ പ്രത്യേകത എന്താണ്? 2-story tank with an upper chamber for settling and lower chamber for digestion. ഇതിൽ എന്തുണ്ടായിരിക്കും? 2 ടാങ്ക് സിസ്റ്റം ആണ്. ഓക്കെ, 2 സ്റ്റോറേജ് ടാങ്ക്സ് ഉണ്ടായിരിക്കും. അതിൽ ഒരു ടാങ്ക് എന്തിനാണ്, അല്ലെങ്കിൽ ഒരു ചേംബർ എന്തിനാണ്? ഫോർ സെറ്റിലിംഗ് ദ വേസ്റ്റ് വാട്ടർ ആൻഡ് എ ലോവർ ചേംബർ ഫോർ ഡൈജഷൻ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇമോഫ് ടാങ്കിൽ നോക്കാനുള്ളത്. അടുത്ത ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് സെക്കൻഡറിയിൽ വരുന്ന ആനോക്സിക് ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എയറോബിക് പഠിച്ചു, അനൈറോബിക് പഠിച്ചു, ദെൻ ആനോക്സിക് ട്രീറ്റ്മെന്റ്. എയറോബിക്കിൽ ഏതൊക്കെയായിരുന്നു? നമ്മുടെ ട്രിക്ലിംഗ് ഫിൽറ്റർ, ദെൻ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്, അതൊക്കെ ഇതിലാ വരുന്നത്? നമ്മുടെ എയറോബിക്കിലാണ് വരുന്നത്. ദെൻ അനൈറോബിക്കിൽ ഏതാണ് വരുന്നത്? നമ്മുടെ അനൈറോബിക് സ്ലഡ്ജ് ഡൈജഷൻ നമ്മൾ പഠിച്ചു. അവിടെ ബയോഗ്യാസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ആനോക്സിക് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇവയെല്ലാം സെക്കൻഡറിയിൽ വരുന്നതാണ്. എന്താണ് ആനോക്സിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്? Anoxic treatment is a waste treatment process that occurs in the absence of dissolved oxygen. നമ്മൾ അവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ അല്ല യൂസ് ചെയ്യുന്നത്. Okay, it involves creating condition where microorganism can perform biological process that require oxygen but without providing dissolved oxygen directly. ഇത് എന്താണ്? മൈക്രോ ഓർഗാനിസത്തിന്റെ പെർഫോമൻസിന് ഇവിടെ എന്ത് ആവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ആഡ് ചെയ്യുന്നില്ല? ഡയറക്റ്റ് ആയിട്ട് ഡിസോൾവ്ഡ് ഓക്സിജനെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്?
During anoxic treatment, nitrite or nitrite is used as an electron acceptor by the microorganism. അപ്പൊ ഈ നൈട്രൈറ്റിലും നൈട്രേറ്റിലൊക്കെ ഓക്സിജൻ പ്രസൻസ് ആണ്. അപ്പൊ അത്തരം ഓക്സിജനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഓക്സിജൻ ആഡ് ചെയ്യുന്നില്ല. അതാണ് ഈ ആനോക്സിക് ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ നൈട്രേറ്റ്, നൈട്രൈറ്റ് ഇവയൊക്കെയാണ് ഇവിടെ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയിട്ട്, മൈക്രോ ഓർഗാനിസത്തിന് ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനൊക്കെയാണ്? nitrate or nitrite. Okay, the microorganism oxidize organic matter by transferring electron to the nitrate or nitrite, converting them into harmless nitrogen gas. ഈ നൈട്രേറ്റ് അല്ലെങ്കിൽ ഈ നൈട്രൈറ്റിനൊക്കെ എന്ത് ചെയ്യും? ഹാംലെസ് നൈട്രോജൻ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, anoxic treatment is often employed to remove nitrogen compound, particularly in the biological nutrient removal പ്രോസസ്. ഇപ്പൊ ബയോളജിക്കൽ ന്യൂട്രിയൻ, അതായത് നമ്മളൊരു ന്യൂട്രിയൻ റിമൂവൽ പ്രോസസ്സ് ചെയ്യും. അപ്പൊ അവിടെയാണ് ഇവിടെ ഇതിലെ ആനോക്സിക് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇവിടെ? നൈട്രേറ്റ്, നൈട്രൈറ്റിനെ ഒക്കെ ഹാംലെസ് ആയിട്ടുള്ള നൈട്രജൻ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ആനോക്സിക് ട്രീറ്റ്മെന്റിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡറി മെത്തേഡ്സിൽ പഠിക്കാനുള്ളത്. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ് ടെർഷ്യറി ട്രീറ്റ്മെന്റ്. ഓക്കെ, എന്താണ് ടെർഷ്യറി ട്രീറ്റ്മെന്റിൽ പറയുന്നത്? സെക്കൻഡറി ട്രീറ്റ്മെന്റ് റിമൂവ്സ് 85 to 90% ഓഫ് ദ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അഥവാ BOD. ഓക്കെ, BOD, TSS. എന്താ TSS എന്ന് പറഞ്ഞാൽ ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ്, ആൻഡ് ദ സ്മാൾ പോർഷൻ ഓഫ് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് ഹെവി മെറ്റൽസ് ഫ്രം വേസ്റ്റ് വാട്ടർ. നമ്മൾ സെക്കൻഡറി മെത്തേഡ്സ് വഴി നമ്മൾ ഏകദേശം ഒരു 85 to 90% BOD, അതേപോലെ TSS, ദെൻ നൈട്രജൻ, ഫോസ്ഫറസ്, ഹെവി മെറ്റൽസ് ഇവയുടെയൊക്കെ ഒരു സ്മാൾ പോർഷൻസ് ഒക്കെ നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് വഴി നമ്മൾ റിമൂവ് ചെയ്തു. ദെൻ ടെർഷ്യറി ട്രീറ്റ്മെന്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? Tertiary treatment of wastewater is the third stage of the wastewater treatment and is also known as an advanced treatment. ഈ ടെർഷ്യറി ട്രീറ്റ്മെന്റ് എന്താണ്? ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. ടെർഷ്യറി ട്രീറ്റ്മെന്റ് റിമൂവ്സ് ദ ലോഡ് ഓഫ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് പ്രസന്റ് ഇൻ ദ വാട്ടർ. അപ്പൊ ഒരു ന്യൂട്രിയൻ റിമൂവൽ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ടായിരിക്കും. അതിലും ഈ ടെർഷ്യറി ട്രീറ്റ്മെന്റ് വഴി നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിലൊക്കെ ബാക്കിയായി കിടക്കുന്ന എന്തുണ്ടായിരിക്കും? ഹെവി മെറ്റൽസ് ഉണ്ടായിരിക്കും, അതുപോലെ നൈട്രജൻ, ഫോസ്ഫറസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവയ്ക്ക് നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക? ടെർഷ്യറി മെത്തേഡ് വഴിയാണ് നമ്മൾ റിമൂവ് ചെയ്യുക. ഇറ്റ് ഇൻക്ലൂഡ് പ്രോസസ് ലൈക്ക് ഫിൽട്രേഷൻ, അയൺ എക്സ്ചേഞ്ച്, ആക്ടിവേറ്റഡ് കാർബൺ അബ്സോർപ്ഷൻ, ദെൻ ഇലക്ട്രോ ഡയാലിസിസ്, നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ടെർഷ്യറി മെത്തേഡ്സിൽ വരുന്നതാണ്. അതായത് സെക്കൻഡറി മെത്തേഡ് വഴി ഏകദേശം 90% BOD, TSS, അതുപോലെ നൈട്രജൻ, ഫോസ്ഫറസ്, ഹെവി മെറ്റൽ, വാട്ടറിനെ കണ്ടാമിനേറ്റ് ആക്കുന്ന 90% കാര്യങ്ങളിൽ 90% നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് വഴി റിമൂവ് ചെയ്തു. ദെൻ ബാക്കി വരുന്ന ആ ഒരു റിമൈനിങ് ആയിട്ടുള്ള പോർഷൻസ് കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെർഷ്യറി ട്രീറ്റ്മെന്റ് മെത്തേഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ടെർഷ്യറി ട്രീറ്റ്മെന്റ് മെത്തേഡ് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ അതിൽ വരുന്നതാണ് ഫിൽട്രേഷൻ, അയോൺ എക്സ്ചേഞ്ച്, ആക്ടിവേറ്റഡ് കാർബൺ അഡ്സോർപ്ഷൻ, ഇലക്ട്രോ ഡയാലിസിസ്, നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ. ഓക്കെ, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇൻ ടെർഷ്യറി ട്രീറ്റ്മെന്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ്ലുവന്റ് ആഫ്റ്റർ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് വാട്ടർ ഈസ് നീഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഈ ഏത് മെത്തേഡ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിരിക്കും? നമ്മുടെ എഫ്ലുവന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അതായത് സെക്കൻഡറി ട്രീറ്റ്മെന്റ് വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ എഫ്ലുവന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെർഷ്യറിയിൽ ഏത് ട്രീറ്റ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യണം എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇഫ് യു നീഡ് പോർട്ടബിൾ വാട്ടർ, ദെൻ നമുക്ക് ഏത് കൈൻഡ് ഓഫ്, അതായത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ലഭിക്കേണ്ടത് ഏത് കൈൻഡ് ഓഫ് വാട്ടർ ആണ് നമുക്ക് ലഭിക്കേണ്ടതെന്ന് അതിനെ ബേസ് ചെയ്തിട്ടും ഇരിക്കും. ഓക്കെ, ടെർഷ്യറി ട്രീറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു നീഡ് പോർട്ടബിൾ വാട്ടർ, ദെൻ ഫിൽട്രേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ആർ ടു ബി ഡൺ ഓൺ ദ വേസ്റ്റ് വാട്ടർ. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമുക്കിപ്പോൾ പോർട്ടബിൾ, അതായത് ഡ്രിങ്കിങ് വാട്ടർ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്താ, നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാട്ടർ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടെർഷ്യറിയിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? ഡിസ്ഇൻഫെക്ഷനും ഫിൽട്രേഷൻ ഫോളോഡ് ബൈ ഡിസ്ഇൻഫെക്ഷൻ ആണ് അവിടെ നമ്മൾ ടെർഷ്യറിയിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ടെർഷ്യറിയിൽ വരുന്ന ചില മെയിൻ ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സുകൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? മെംബ്രെയിൻ പ്രോസസ്. മെംബ്രെയിൻ ടെക്നോളജി ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് എ വെറൈറ്റി ഓഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് സീവേജ്, ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മാറ്റർ ആൻഡ് വാട്ടർ സോലുബിൾ ഓയിൽ വേസ്റ്റ്. ഇപ്പൊ മെംബ്രെയിൻ പ്രോസസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്?
നമ്മുടെ വേസ്റ്റ് വാട്ടറിലെ സീവേജ് അല്ലെങ്കിൽ ഓർഗാനിക്, ഇനോർഗാനിക് അല്ലെങ്കിൽ വാട്ടർ സോലുബിൾ ഓയിൽ വേസ്റ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മെംബ്രെയിൻ പ്രോസസ് യൂസ് ചെയ്യാം. The membrane processes are classified on the basis of driving force and separation mechanisms such as multifiltration, ultrafiltration, nanofiltration, reverse osmosis and forward osmosis. ഓക്കെ, അപ്പൊ ഇവയ്ക്ക് ഇതിലാ വരുന്നത്? മെംബ്രെയിൻ പ്രോസസ്സിലാണ് വരുന്നത്. നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസ്, ദെൻ ഫോർവേഡ് ഓസ്മോസിസ്, നാനോ ഫിൽട്രേഷൻ, മൾട്ടി ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ തുടങ്ങിയ ഈ മെത്തേഡ്സ് ഒക്കെ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? നമ്മുടെ ടെർഷറി മെത്തേഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവ എന്തിലാ വരുന്നത്? മെംബ്രെയിൻ പ്രോസസ്സിലാണ് വരുന്നത്. അടുത്തതാണ് ഫിൽട്രേഷൻ പ്രോസസ്. ഓക്കെ, filtration process removes the particulate matter by passing water through the porous media. അപ്പൊ വാട്ടറിലുള്ള particulate matter റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്രേഷൻ പ്രോസസ് യൂസ് ചെയ്യുന്നത്. The filtration process consists of different types of media which are usually made up of sand, gravel and charcoal. നമ്മുടെ ഫിൽറ്റേഴ്സ് എന്തുകൊണ്ടൊക്കെയായി ഉണ്ടാക്കിയിട്ടുണ്ടാവുക? സാൻഡ്, ഗ്രേവൽ, ചാർക്കോൾ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടാക്കിയിരിക്കുക. ഓക്കെ, there are two types of sand filtration. Slow sand filtration and rapid sand filtration. അവിടെ two types of sand filtration ഉണ്ട്. Slow sand filtration and rapid sand filtration. Then അടുത്ത പ്രോസസ് ആണ് അഡ്വാൻസ്ഡ് ഓക്സിഡേഷൻ സിസ്റ്റം. ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓസോൺ ആണ്. ഓക്കെ, ഓസോൺ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രോസസ് ടു ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസം ആൻഡ് ഡീഗ്രേഡ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. നമ്മുടെ ഓർഗാനിക് പൊല്യൂട്ടൻസിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും മൈക്രോ ഓർഗാനിസത്തെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഓസോൺ യൂസ് ചെയ്യുന്നത്. ഓസോൺ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ O3 ഓക്കെ ഈസ് ഫോംഡ് ബൈ പാസിംഗ് ഓക്സിജൻ ത്രൂ എ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ എങ്ങനെയാണ് ഈ ഓസോൺ ഫോം ചെയ്യുന്നത്? ഓക്സിജനെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഡിസ്ചാർജ് മെത്തേഡ് വഴിയാണ്. ഓക്കെ, അപ്പൊ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഫീൽഡിലൂടെ ഓക്സിജൻ പാസ് ചെയ്യുമ്പോൾ അവിടെ ഓസോൺ ഫോം ചെയ്യും. ആ ഓസോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ഓക്സിഡേഷൻ പ്രോസസ് ചെയ്യാം. Nowadays, ozone is widely used as disinfectant after chlorine. ഓക്കെ, ഓസോൺ നമ്മൾ ഡിസിൻഫെക്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. ഇനി അടുത്ത മെത്തേഡാണ് ഡിസിൻഫെക്ഷൻ. ഓക്കെ, എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? അപ്പൊ ഈ ഡിസിൻഫെക്ഷൻ ഏതിലാണ് വരുന്നത്? നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റിലെ ടെർഷറി മെത്തേഡിലാണ് ഡിസിൻഫെക്ഷൻ വരുന്നത്. ഓക്കെ, ഡിസിൻഫെക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കില്ലിംഗ് ഓർ ഇനാക്ടിവേറ്റിംഗ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസം സച്ച് as ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ to prevent the spread of waterborne disease and ensure public health protection. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്? പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ ഇനാക്ടിവേറ്റ് ചെയ്യുക, അവയെ കിൽ ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ പ്രോസസ് യൂസ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ ബോൺ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനും നമ്മുടെ പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യാനും കഴിയും. ഓക്കെ, കോമൺ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ് ഇൻക്ലൂഡ് ക്ലോറിനേഷൻ, UV റേഡിയേഷൻ, ഓസോണേഷൻ ആൻഡ് ക്ലോറാമിനേഷൻ. ഏതൊക്കെയാണ്? ക്ലോറിനേഷൻ, UV റേഡിയേഷൻ, ഓസോണേഷൻ ആൻഡ് ക്ലോറാമിനേഷൻ. Disinfection is typically the final treatment step before effluent discharge into surface water bodies or reuse application. അപ്പൊ ഈ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ആണ് ഏറ്റവും ഫൈനൽ ആയിട്ട് നമുക്ക് ഈ വാട്ടർ റീയൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, അതിന്റെയൊക്കെ മുന്നേ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ടെർഷറിയിൽ വരുന്ന ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസിൻഫെക്ഷൻ മെത്തേഡ് ആണ്. ഓക്കെ, അപ്പൊ ഡിസിൻഫെക്ഷൻ മെത്തേഡ് കഴിഞ്ഞാൽ അവിടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയത് നമുക്ക് ആ വാട്ടറിനെ നമുക്ക് ഒന്നല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഡിസിൻഫെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിസിൻഫെക്ഷനെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഏതൊക്കെ മെത്തേഡ്സ് ആണ് വാട്ടർ ഡിസിൻഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിസിൻഫെക്ഷനെ കുറിച്ചിട്ട്. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രിലിമിനറി ട്രീറ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദെൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഇതിലെ ഓരോ മെത്തേഡ്സും ഏതിന്റെ കീഴിലാണ്? അത് പ്രൈമറി ആണോ? ഇപ്പൊ ട്രിക്ലിംഗ് ഫിൽറ്റർ ഏതിലാ വരുന്നത്? സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ഡിസിൻഫെക്ഷൻ ഏതിലാ വരുന്നത്? ടെർഷറി ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഓരോന്നും ഏതിലാന്ന് പ്രത്യേകം ഓർത്ത് വെക്കാം. എക്സാമിന് അങ്ങനെയാണ് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവരെ എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസിൻഫെക്ഷനെ കുറിച്ചുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.